+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ദിസ് ഈസ് പാർട്ട് 4. ചാപ്റ്റർ 5ന്റെ ലാസ്റ്റ് ടോപ്പിക്കാണിത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എക്സസൈസ് 5.3ലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഇന്നിവിടെ ചെയ്യും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. The general form of a quadratic equation with real coefficients is ax square plus bx plus c equal to 0, where a is not equal to 0. Quadratic equation is an equation of degree 2. So a is not equal to 0. a 0 ആയി കഴിഞ്ഞാൽ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറും. ഈ ടേം 0 ആയി കഴിഞ്ഞാൽ bx plus c equal to 0. That is linear equation. So here a is not equal to 0. Now a, b, c are real numbers. For example, consider x square minus 5x plus 6 equal to 0. ഈ ടൈപ്പ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ എക്സ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6, ദാറ്റ് ഇസ് 2 സ്ക്വയർ ഇസ് 4, 5 ഇൻറ്റു 2 ഇസ് 10, പ്ലസ് 6, ദാറ്റ് ഇസ് 4 പ്ലസ് 6 ഇസ് 10, 10 മൈനസ് 10, 0. So x equal to 2 is a solution of this equation. x equal to 2 satisfies this equation. നമ്മൾ x equal to 3 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ 3 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 3 പ്ലസ് 6, 3 സ്ക്വയർ ഇസ് 9, 5 ഇൻറ്റു 3 ഇസ് 15, പ്ലസ് 6, 9 പ്ലസ് 6 ഇസ് 15, 15 മൈനസ് 15 ഇസ് 0. So x equal to 3 is also a solution of this equation. നമ്മൾ ഇനി എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 6, ഈ സൈഡ് 6ഉം ഇവിടെ 0 ആണ്. സോ നോട്ട് ഈക്വൽ ടു ആണ് കിട്ടുക. എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ 1 മൈനസ് 5 പ്ലസ് 6, ദാറ്റ് ഇസ് 2, ദിസ് സൈഡ് ഇസ് 2, ഹിയർ 0. സോ 2 ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സിന് ഒന്നെങ്കിൽ 2 കൊടുക്കണം അല്ലെങ്കിൽ 3 കൊടുക്കണം. സോ സൊല്യൂഷൻസ് ഓഫ് ദിസ് ഇക്വേഷൻ ആർ എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഈക്വൽ ടു 3. രണ്ട് സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണിത്. ഇതിന് 2 സൊല്യൂഷൻസ് ആണ് ഉള്ളത്. ഇവിടെ രണ്ടും റിയൽ സൊല്യൂഷൻസ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ അല്ല കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി വരും അല്ലേ. നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിച്ച് കൊണ്ടാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. The values of x that makes a quadratic equation true is called its roots or solutions. തൊട്ട് മുമ്പേ നോക്കിയ ഇക്വേഷനിൽ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0, ആ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 2 ഓർ എക്സ് ഈക്വൽ ടു 3 ആർ റൂട്ട്സ് ഓഫ് ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓർ സൊല്യൂഷൻസ് ഓഫ് ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. The set of all solutions of a quadratic equation is called its solution set. ഫൈൻഡ് സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ നോക്കിയ എക്സാമിന്റെ സൊല്യൂഷൻ സെറ്റ് എന്താ? സെറ്റ് 2, 3. സെറ്റിന്റെ അകത്ത് എലമെന്റ്സ് എഴുതണം. സെറ്റ് 2, 3. സെറ്റിന്റെ അകത്ത് സൊല്യൂഷൻസ് എഴുതണം. സെറ്റ് 2, 3 ഇസ് ദ സൊല്യൂഷൻ സെറ്റ്. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ജോമെട്രിക് ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഇരിക്കുന്ന ഈ കർവിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 5 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 5. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 5 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യാം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 5 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഗ്രാഫ് എന്ന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ വെച്ചാൽ ഈ ഗ്രാഫ് എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ. അതായത് ഈ ഗ്രാഫ് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 1 and 5. So x equal to 1 and x equal to 5 are solutions of this quadratic equation. ഇവിടെയൊക്കെ പോസിറ്റീവ് വാല്യൂ ആണ് സൊല്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. x equal to 4, x equal to 8. ഇവിടെയൊക്കെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ പോസിറ്റീവ് വാല്യൂസ് ആണ്. ഇനി ഇവിടെ നോക്കിയേ x equal to 0 and x equal to 4 are the solutions. This curve passes through x equal to 0. So solutions are 0 and 4. ഇവിടെയോ -4 and 0 ആർ ദ സൊല്യൂഷൻസ്. ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് അതിന്റെ റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്രാഫ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് 0 and -4. സോ സൊല്യൂഷൻസ് ആർ 0 and -4. ഇവിടെ നോക്കിയേ എന്താ സൊല്യൂഷൻസ്? -2 and -6. ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം.
ദിസ് ഇസ് ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ. സോ സൊല്യൂഷൻസ് ആർ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിന് 2 ഈക്വൽ റൂട്ട്സ് ആണ് കിട്ടല്. ഈ കർവിന്റെ വേർട്ടെക്സ് എക്സ് ആക്സിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന് ഈക്വൽ റൂട്ട്സ് കിട്ടും. നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് എക്സ് ആക്സിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് ഈ ടൈപ്പ് ആണ്, എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഓക്കെ, ദിസ് ഗ്രാഫ് ടച്ചസ് എക്സ് ആക്സിസ് അറ്റ് എക്സ് ഈക്വൽ ടു -3. So quadratic equation corresponding to this function has equal roots. Okay, x equal to -3 are the roots of this equation. 2 roots ഉണ്ട്, -3 and -3. Here x is equal to -6. അപ്പോൾ ഇവിടെ ഈക്വൽ ആയ 2 റൂട്ട്സ് കിട്ടും. x equal to 0, x equal to 1, x equal to 2, x equal to 3 ഒക്കെ ഇതിന്റെ റൂട്ട്സ് ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ വരച്ച ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഗ്രാഫ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല, ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് റിയൽ റൂട്ട്സ് ഉണ്ടാവത്തില്ല. നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 നടന്ന ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷന് റിയൽ റൂട്ട്സ് ഉണ്ടാവത്തില്ല. റിയൽ റൂട്ട്സ് കിട്ടണമെങ്കിൽ ഈ ഗ്രാഫ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യണം. ഈ ഗ്രാഫ് ഇപ്പോൾ എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ റൂട്ട്സ് ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഹയർ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയായ ഓൾജിബ്രിക് മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് 2 കോംപ്ലക്സ് റൂട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ കോംപ്ലക്സ് റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്കിപ്പോൾ നോക്കാം. Consider the quadratic equation ax² plus bx plus c equal to 0. Solutions are given by x equal to -b plus or minus root of b square minus 4ac divided by 2a. This b square minus 4ac is known as discriminant. Discriminant and is denoted by d. d is equal to b square minus 4ac. If discriminant d equal to b square minus 4ac greater than 0, അതായത് റൂട്ടിന്റെ അകത്ത് വരുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയി കഴിഞ്ഞാൽ we get 2 distinct solutions. നേരത്തെ നമുക്ക് കിട്ടിയ പോലെ, നേരത്തെ നമ്മൾ x² minus 5x plus 6 സോൾവ് ചെയ്യുമ്പോൾ 2 and 3 കിട്ടിയ പോലെ 2 ഡിഫറൻ്റ് ആയ ഡിസ്റ്റിങ്ക്റ്റ് ആയ സൊല്യൂഷൻസ് കിട്ടും. If d equal to b square minus 4ac equal to 0, we get 2 solutions each equal to -b by 2a. അതായത് x minus 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 പോലെ ഇരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 റൂട്ട്സ് സെയിം റൂട്ട്സ് ആണ് കിട്ടുന്നത്, x minus 2 ഹോൾ സ്ക്വയർ. സോ x is equal to 2 ഈക്വൽ റൂട്ട്സ് കിട്ടും. If d equal to b square minus 4ac less than 0, we get 2 solutions which are complex numbers. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻസിനെല്ലാം ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയിരിക്കും. അതിനൊക്കെ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് അറിയാത്ത കാലത്ത് ചില ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വളരെ പാടായിരുന്നു. കാരണം റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ മാറി, കാരണം നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താന്ന് അറിയാം. അതുകൊണ്ട് റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും നമുക്കിപ്പോൾ സൊല്യൂഷൻസ് കിട്ടും. d ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇല്ലതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. ഈ റൂട്ടിന്റെ അകത്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആണ് ഉണ്ടാവുക. So take minus sign outside. Take minus sign outside. So this negative term becomes positive. Positive term becomes negative. So minus of 4ac minus b square. Now this is equal to 4ac minus b square into -1. Okay. -5 നെ 5 into -1 എഴുതുന്ന പോലെ minus 4ac minus b square is 4ac minus b square into -1. അപ്പോൾ നമുക്ക് റൂട്ടിനെ root of 4ac minus b square into root of -1 എന്ന് എഴുതാം. Now what is root of -1? Root of -1 is I. So solutions are -b plus or minus root of 4ac minus b square I divided by 2a. ഇപ്പോൾ നമ്മൾ ഈ റൂട്ടിന്റെ അകത്തിരിക്കുന്ന വാല്യൂ പോസിറ്റീവ് ആണ്.
ഇത് നെഗറ്റീവ് ആണ്, മൈനസ് സൈൻ നമ്മൾ പുറത്ത് വെച്ചിട്ട് അതിനെ √-1 ആയിട്ട് എടുത്തു. √-1ന് പകരം നമ്മൾ എന്ത് എഴുതണം? I എന്ന് എഴുതണം. ഈ റൂട്ടിന്റെ അകത്ത് ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാകും. ഈ ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. So, solution of quadratic equation is given by x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a. ഇപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഈ വീഡിയോന്റെ അവസാനം ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നന്നായിട്ട് പഠിച്ച ശേഷം നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്നുള്ളത് നോക്കാം കേട്ടോ. സോൾവ് x² + 2x + 2 = 0. ഇപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതണം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ax² + bx + c = 0. തന്നിരിക്കുന്ന ഇക്വേഷനും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കമ്പയർ ചെയ്തിട്ട് a b c എഴുതണം. ഓക്കെ, a is coefficient of x². Coefficient of x² is 1. b is coefficient of x. Xന്റെ coefficient ആണ് b. Here coefficient of x is 2 and c is the constant term. Here constant term is 2. So a is equal to 1, b is equal to 2, c is equal to 2. Then write equation for solution of quadratic equation. Solution is given by x is equal to minus b plus or minus root of b square minus 4ac divided by 2a. ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് a, b, c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യണം. b is 2, so minus b is minus 2. Plus or minus root of b square is 2 square minus 4 into a into c. a is 1, c is 2. So 4 into 1 into 2. Whole divided by 2a. a is 1, so 2 into 1. ഇനി റൂട്ടിൻ്റെ അകത്ത് എന്താ വരുന്നത്? 2 square is 4 minus 4 into 1 into 2 is 8. So inside root we have 4 minus 8. So minus 2 plus or minus root of 4 minus 8 divided by 2. What is 4 minus 8? 4 minus 8 is minus 4. So we have root of minus 4. Minus 2 plus or minus root of minus 4 divided by 2. ഇനി റൂട്ട് ഓഫ് മൈനസ് 4നെ 4 ഇൻറ്റു മൈനസ് 1 എന്ന് എഴുതണം. റൂട്ട് ഓഫ് 4 ഇൻറ്റു മൈനസ് 1 അത് നമുക്ക് എങ്ങനെ എഴുതാം? √4 ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് 1. √4 ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് 1 ഇസ് റൂട്ട് ഓഫ് മൈനസ് 1നെ i ആയിട്ട് എഴുതണം. √4 എന്താ നമുക്കറിയാം, √4 is 2. So we get minus 2 plus or minus 2i divided by 2. This is equal to minus 2 by 2 plus or minus 2i by 2. രണ്ട് ടേംസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ മൈനസ് 2 by 2 plus or minus 2i by 2. ഇപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ minus 1. ഇവിടെയും 2 ക്യാൻസൽ ചെയ്യാം. ഇവിടെ റിമൈനിങ് ടേം ഇസ് i. സോ minus 1 plus or minus i. ഇപ്പോൾ ഇവിടെ രണ്ട് റൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയാ? minus 1 plus i and minus 1 minus i. So roots are minus 1 plus i and minus 1 minus i. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. ഇത് സെറ്റ് ആണെങ്കിൽ ഇതെന്താ? സെറ്റ് ബാർ, കോൺജുഗേറ്റ് ഓഫ് സെറ്റ്. ഓക്കെ, ദിസ് ഇസ് സെറ്റ്. സെറ്റ് ഇസ് ഈക്വൽ ടു minus 1 plus i. കോൺജുഗേറ്റ് ഓഫ് സെറ്റ്, സെറ്റ് ബാർ ഈക്വൽ ടു minus 1 minus i. ഇപ്പൊ റൂട്ട്സ് പരസ്പരം കോൺജുഗേറ്റ് ആണ്. ഇതിന്റെ കോൺജുഗേറ്റ് ഇതാണ്, ഇതിന്റെ കോൺജുഗേറ്റ് നേരെ തിരിച്ച് ഇവിടെ വരും അല്ലേ? പരസ്പരം കോൺജുഗേറ്റ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് റൂട്ട്സ് ആർ കോൺജുഗേറ്റ് ടു ഈച്ച് അതർ. നമുക്കൊരു റിസൾട്ട് എഴുതാം. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ട് ആണിത്. എവറി പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി n ഹാസ് n റൂട്ട്സ്. ഇതിന്റെ പ്രൂഫ് കണ്ടുപിടിച്ചത് ആരാന്നറിയാവോ? കാൾ ഫ്രെഡറിക് ഗോസ്, ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആണ്. ഈ തിയറം അറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര. ഓക്കെ, ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര. ഈ തിയറം പ്രൂവ് ചെയ്തത് ഗോസ് ആണ്. This theorem states that every polynomial equation of degree n with complex number coefficients has n roots or solutions. n roots or n solutions in the complex number. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണേ, all real numbers are complex numbers. Fundamental theorem of algebra states that every polynomial equation of degree n with complex coefficients has n roots or solutions in complex numbers. Okay. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി 2 ആയ ഒരു പോളിനോമിയൽ ഇക്വേഷന് എത്ര റൂട്ട്സ് ഉണ്ടാകും? ഡിഗ്രി 2 ആയ ഒരു പോളിനോമിയൽ ഇക്വേഷന് 2 റൂട്ട്സ് ഉണ്ടാകും. സെക്കൻഡ് വൺ, എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് 2 റൂട്ട്സ്.
Third one, a complex roots of a quadratic equation with the real coefficients are distinct and conjugate of each other. ഇത് നമ്മൾ നോക്കി, roots are conjugate to each other. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.3ലെ പ്രോബ്ലംസ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എക്സസൈസിലെ പ്രോബ്ലംസിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലേ. വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. വളരെ ഈസിയാണ് ഈ പാർട്ട്. x² + 3 = 0 implies x² = -3. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? Taking square root on both sides, we get x is equal to plus or minus root of -3. Square root എടുക്കുന്ന സമയത്ത് രണ്ട് വാല്യൂസ് വരും, plus or minus root of -3. -3 we can write it as 3 into -1. Root of 3 into -1 is root 3 into root of -1. Root of -1 is I. So this is equal to plus or minus root 3i. നമുക്ക് കിട്ടുന്ന ആൻസർ ഈ ഫോമിൽ തന്നെ വരണം. അതായത് I ഇരിക്കുന്ന ഫോമിൽ തന്നെ എഴുതണം, മറന്നു പോകരുത്. Now second one, solve 2x² + x + 1 = 0. തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുക. ax² + bx + c = 0. So what is a? A is 2, b is equal to 1, c is equal to 1. x² കോയിഫിഷ്യന്റ് ആണ് a is 2, x ന്റെ കോയിഫിഷ്യന്റ് 1. x മാത്രമേ ഉള്ളൂ, അതായത് 1 into x ആണത്. സോ b is equal to 1, c is equal to 1. വാല്യൂസ് എഴുതണം, ഇക്വേഷൻ എഴുതണം. സൊല്യൂഷൻസ് ആർ ഗിവൻ ബൈ x is equal to -b plus or minus root of b² - 4ac whole divided by 2a. ഈ ലൈൻ ഇവിടം വരെ ഇട്ടേക്കണേ. ചില കുട്ടികൾ ഇവിടെ മാത്രം ഇട്ട് വെക്കും, അത് ആൻസർ തെറ്റാണ്. ഈ ലൈൻ whole divided by ആണ് വരുന്നത്, whole divided by 2a. Now b is 1, so minus b is -1, plus or minus b². b is 1, so 1 square, minus 4 into a into c. 4 into 2 into 1 whole divided by 2a. 2 into 2, a is 2, so 2 into 2. ഇപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് എ ബി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 1² is 1 minus 4 into 2 into 1 is 8. 2 into 2 is 4. So -1 plus or minus root of 1 minus 8 whole divided by 4. 1 minus 8 is -7. Now this -7 we can write it as 7 into -1. So root of 7 into root of -1. Root of -1 is I. So this is equal to root 7i. So answer is -1 plus or minus root 7i divided by 2. ആൻസർ ഇവിടത്തേക്ക് നിർത്തിയേക്കരുത്. ഇതിനെ ഈ കോംപ്ലക്സ് ഫോമിൽ തന്നെ എഴുതിയിട്ട് നിർത്തിയേക്കണം. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ വിട്ടുപോകരുത്, ഇവിടം വരെ എഴുതി വെച്ചേക്കണം. Now third one, solve x² + 3x + 9 = 0. പെട്ടെന്ന് ചെയ്യാം അല്ലേ. a is 1, b is 3, c is 9. So write the equation x equal to -b plus or minus root of b² - 4ac whole divided by 2a. b is 3, so minus b is -3, plus or minus b² is 3. 4 into a into c. a is 1, c is 9. So 4 into 1 into 9 whole divided by 2 into a is 1. So 2 into 1. -3 plus or minus b², that is 3 square, which is 9. 9 minus 4 into 9 is 36. So 9 minus 36. 9 minus 36 is -27. Root of -27. Root of -27 is root 27 into i. ഇവിടെ വരുന്ന root -1നെ i ആയിട്ട് എടുക്കണം. i എപ്പോഴും റൂട്ടിന്റെ പുറത്താണ് എഴുതേണ്ടത്. root -1 ആണ് നമ്മുടെ i. Okay, so root 27 into i. Now this 27 we can write it as 9 into 3. So root of 9 into 3. Root of 9 is 3. So this is equal to 3 root 3. So answer is -3 plus or minus 3 root 3i whole divided by 2. Now fourth one, solve -x² plus x minus 2 = 0. ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ആദ്യം തന്നെ വരുന്നത് കൊണ്ട് നമുക്ക് ആ മൈനസ് സൈനെ കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം. ടേക്ക് മൈനസ് സൈൻ ഔട്ട്സൈഡ്. മൈനസ് ടേംസ് എല്ലാം പോസിറ്റീവ് ആകും, പോസിറ്റീവ് ഇല്ല ടേം നെഗറ്റീവ് ആയിട്ട് വരും. സോ വി ഗെറ്റ് -x² - x + 2 = 0. ഓക്കെ, ഒരു മൈനസ് സൈൻ പുറത്തേക്ക് വെച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആകുന്ന വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ടേക്ക് മൈനസ് സൈൻ ഔട്ട്സൈഡ്.
Now multiply both sides by -1. Okay, -1 കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് ഇൻറ്റു ദിസ് മൈനസ് ടേം ഇസ് പ്ലസ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. ഇവിടെ 0 ഇൻറ്റു -1 0 ആയിട്ട് വരും. So we get x square minus x plus 2 equal to 0. Now comparing with standard equation, ax square plus bx plus c equal to 0, we get a equal to 1, b equal to -1, c equal to 2. So solutions are x equal to minus b plus or minus root of b square minus 4ac whole divided by 2a. b is equal to -1, minus b is 1, plus or minus root of b is -1, so -1 whole square, minus 4 into a into c. a is 1, c is 2. So 4 into 1 into 2 whole divided by 2a. a is 1, so 2 into 1. Simplify ചെയ്തേ നോക്കട്ടെ. 1 plus or minus, minus 1 square is 1. 4 into 1 into 2 is 8. So 1 minus 8 whole divided by 2. 1 minus 8 is minus 7. So 1 plus or minus root of minus 7 whole divided by 2. Now what is root of minus 7? Root 7i. So we get 1 plus or minus root 7i whole divided by 2. Now fifth one. Solve x square plus 3x plus 5 equal to 0. Compare this equation with the standard equation. Ax square plus bx plus c equal to 0. What is a? A is 1, b is 3, c is 5. Substitute in the formula x equal to minus b plus or minus root of b square minus 4ac whole divided by 2a. b is 3, so minus b is minus 3. Plus or minus b square, b is 3, so 3 square. Minus 4 into a into c, 4 into 1 into 5, whole divided by 2a, a is 1, so 2 into 1. So minus 3 plus or minus, 3 square is 9, minus 4 into 5 is 20. ഈ റൂട്ടിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക? 9 minus 20. What is 9 minus 20? Minus 11. So we get minus 3 plus or minus root of minus 11 whole divided by 2. What is root of minus 11? Root 11i. So answer is minus 3 plus or minus root 11i whole divided by 2. Okay. Root of minus 1 നെ i ആയിട്ട് എഴുതണം. Now sixth one. Solve x square minus x plus 2 equal to 0. Here what is a? A is 1, b is minus 1, c is 2. a1, b minus 1, c equal to 2. Solutions are x equal to minus b plus or minus root of b square minus 4ac whole divided by 2a. Now minus b, b is minus 1, so minus b is 1 plus or minus root of b square, that is minus 1 whole square, minus 4 into a into c. a is 1, c is 2, so 4 into 1 into 2 whole divided by 2a, that is 2 into 1. Now 1 plus or minus, minus 1 square is 1, 4 into 2 is 8, 1 minus 8 whole divided by 2. So 1 plus or minus root of 1 minus 8 is minus 7. And what is root of minus 7? Root 7i. So answer is 1 plus or minus root 7i whole divided by 2. Now next is root 2 x square plus x plus root 2 equal to 0. Irrational numbers ഇവിടെ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. ഇറാഷണൽ നമ്പറും കോയിഫിഷ്യൻ്റ് ആയിട്ട് വരാം, കോംപ്ലക്സ് നമ്പേഴ്സും കോയിഫിഷ്യൻ്റ് ആയിട്ട് വരാം. a equal to root 2, b equal to 1, c equal to root 2. Okay, a is root 2, b is 1, c equal to root 2. Then write the formula. Substitute these values. b is 1, so minus b is minus 1. Plus or minus root of b square is 1 square. Minus 4 into a into c. a is root 2, c is root 2. So 4 into root 2 whole divided by 2a. 2 into root 2. ഈ സ്റ്റെപ്പ് വിട്ടുപോകരുത്. പല കുട്ടികളും എ ഉള്ള സ്ഥലത്ത് 1 എന്നങ്ങ് വിചാരിച്ചിട്ട് 2 മാത്രം എഴുതി കളയും. പക്ഷെ എ ഇവിടെ root 2 ആണ്. ഇപ്പോൾ 2 root 2 തന്നെ എഴുതി വെക്കണം. Now root 2 into root 2 is 2. Okay, root 2 into root 2 is root 2 whole square, which is equal to 2. So we get 1 minus 4 into 2, that is 1 minus 8. 1 minus 8 is minus 7. So minus 1 plus or minus root of minus 7 divided by 2 root 2. Root of minus 7 is root 7i. So minus 1 plus or minus root 7i divided by 2 root 2. ഈ റൂട്ടിൻ്റെ അകത്ത് minus 7 വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ വന്നല്ലേ.
Now next one, solve root 3x square minus root 2x plus 3 root 3 equal to 0. Here a is equal to root 3, b is equal to minus root 2, c is equal to 3 root 3. Okay, compare given equation with the standard equation and take coefficients of x square, coefficient of x and constant term. Coefficient of x square is root 3, coefficient of x is minus root 2. So b is equal to minus root 2. Constant term is 3 root 3. Solutions are given by x equal to minus b plus or minus root of b square minus 4ac whole divided by 2a. b is minus root 2. So minus b is root 2 plus or minus root of minus root 2 whole square minus 4 into a into c. a is root 3, c is 3 root 3. Now here minus square is positive, root 2 square is 2. 4 into 3 into root 3 into root 3 is 3. So 4 into 3 into 3. Root 3 into root 3 is root 3 whole square, which is 3. So here 2 minus 4 into 3 into 3. 3 into 3 is 9. 4 into 9 is 36. So 2 minus 36, which is equal to minus 34. So x is equal to root 2 plus or minus root of 2 minus 36 divided by 2 root 3. That is root 2 plus or minus root of minus 34 divided by 2 root 3. Root of minus 34 is root 34 into I. So solutions are root 2 plus or minus root 34 I divided by 2 root 3. Now ninth one, solve x square plus x plus 1 by root 2 equal to 0. So here what is a? A is 1, b is 1, c is 1 by root 2. Now write the equation. X equal to minus b plus or minus root of b square minus 4ac whole divided by 2a. b is 1, so minus b is minus 1 plus or minus b square, that is 1 square minus 4 into a into c. a is 1, c is 1 by root 2 whole divided by 2a, 2 into 1. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 1 square is 1 minus 4 into 1 is 4. So here we get 4 by root 2. ഇനി നമ്മൾ ഈ 4 by root 2 സിംപ്ലിഫൈ ചെയ്യണം. ശ്രദ്ധിച്ചിട്ട് കേൾക്കണേ. 4 is 2 into 2. Okay, 4 is equal to 2 into 2. So 2 into 2 divided by root 2. Now this 2 we can write it as root 2 into root 2. Root 2 whole square is 2. ഈ 2നെ root 2 into root 2 എന്ന് എഴുതണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു root 2 ക്യാൻസൽ ചെയ്യാം. So answer is 2 root 2. So 4 by root 2 is equal to 2 root 2. ഈ 4 by root 2 ഉള്ള സ്ഥലത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? 2 root 2 എന്ന് എഴുതണം. So inside bracket we get 1 minus 2 root 2. Okay, 1 minus 2 root 2. 1 is less than 2 root 2. So here we have negative sign. So take minus sign outside. Minus of 2 root 2 minus 1. So we get 2 root 2 minus 1 into minus 1. ഈ ടേംസിൽ നിന്നും ഒരു മൈനസ് സൈൻ പുറത്തു വെക്കണം. ഇത് നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മൈനസ് സൈൻ പുറത്തേക്ക് എടുക്കുന്നത്. Now root of 2 root 2 minus 1 into minus 1 is root of 2 root 2 minus 1 into root of minus 1. Root of minus 1 is I. So solutions are minus 1 plus or minus root of 2 root 2 minus 1 I whole divided by 2. Solve x square plus x by root 2 plus 1 equal to 0. Here a is 1, b is 1 by root 2, c is equal to 1. Okay, a is 1, b is 1 by root 2, c is equal to 1. Now solutions are x equal to minus b plus or minus root of b square minus 4ac whole divided by 2a. b is 1 by root 2, so minus b is minus 1 by root 2. Plus or minus root of b square. b is 1 by root 2, so 1 by root 2 square. Minus 4 into a into c. a is 1, c is 1. So 4 into 1 into 1. Whole divided by 2a. a is 1, so 2 into 1. Now what is 1 by root 2 whole square? 1 square divided by root 2 square. Root 2 square is 2. So this is 1 by 2. 1 by 2 minus 4 into 1 is 4. So inside root we have 1 by 2 minus 4. Okay, 1 by 2 minus 4. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ഇവിടെ ഡിനോമിനേറ്റർ 2 എടുക്കണം. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. ഈ ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് 1 മൈനസ് 8 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 1 by 2 മൈനസ് 4നെ സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഡിനോമിനേറ്റർ 2 എടുക്കണം. 1 മൈനസ് 8 ഡിവൈഡ് ബൈ 2. 1 minus 8 is minus 7. So 1 by 2 minus 4 is minus 7 by 2.
So we have minus 1 by root 2 plus or minus root of minus 7 by 2 divided by 2. Minus 7 by 2 ine 7 by 2 into minus 1 എടുക്കണം. So root of 7 by 2 into root of minus 1. Root of minus 1 is I. So we get minus 1 by root 2 plus or minus root of 7 by 2 I whole divided by 2. Now root of 7 by 2 is root 7 divided by root 2. So we have minus 1 by root 2 plus or minus root 7 divided by root 2 I whole divided by 2. ഇപ്പോൾ ഇവിടെ root 2 common ആണ്, നമുക്ക് whole divided by root 2 ആയിട്ട് എടുക്കാം. Minus 1 plus or minus root 7 I whole divided by root 2 whole divided by 2. ഇപ്പോൾ ഇവിടെ divided by 2 ആണുള്ളത്. ഈ 2നെ നമുക്ക് 2 by 1 ആയിട്ട് മനസ്സിൽ കാണണം. 2 is 2 by 1. So divided by 2 എന്നുള്ളത് into എന്ന് എഴുതുന്ന സമയത്ത് into 1 by 2 എന്ന് എഴുതണം. ഇതിന്റെ reciprocal 2 by 1ന്റെ reciprocal is 1 by 2. So we get minus 1 plus or minus root 7I whole divided by root 2 into 1 by 2. Divided by ആണുള്ളത് into എഴുതുന്ന സമയത്ത് ഈ നമ്പറിന്റെ reciprocal എഴുതണം. ഇവിടെ 2 ആണ് ഇരിക്കുന്നത്. 2 means 2 by 1. 2 by 1ന്റെ reciprocal 1 by 2. So we get denominator 2 into root 2, that is 2 root 2. So answer is minus 1 plus or minus root 7I divided by 2 root 2. എക്സസൈസിൽ വരുന്ന 10 പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്തു. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ax square plus bx plus c equal to 0 implies ax square plus bx equal to minus c. ഈ സീനെ ഇപ്പുറത്തേക്ക് എടുത്തതാണ്. പോസിറ്റീവ് സിയിൽ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് സി ആയിട്ട് മാറും. Now divide throughout by a. We get ax square plus bx whole divided by a equal to minus c by a. Now ax square by a is x square. a cancel ചെയ്ത് പോകും, x square കിട്ടും. bx by a equal to minus c by a. Okay, so we have x square plus b by a x equal to minus c by a. ഇനി ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേം ഇവിടെ ആഡ് ചെയ്യും. രണ്ട് സൈഡും ഒരു ടേം ആഡ് ചെയ്യും. ആ ടേം ചെയ്ത് വെച്ചാൽ എക്സിന്റെ കോയിഫിഷ്യന്റ് ഹാഫ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എക്സിന്റെ കോയിഫിഷ്യന്റ് ഹാഫ്, എക്സിന്റെ കോയിഫിഷ്യന്റ് ബി ബൈ എ, അതിന്റെ ഹാഫ് ബി ബൈ ടു എ. ബി ബൈ ടു എ ഹോൾ സ്ക്വയർ രണ്ട് സൈഡും ആഡ് ചെയ്തു. ഓക്കെ, ഈ സൈഡും ബി ബൈ ടു എ ഹോൾ സ്ക്വയർ ആഡ് ചെയ്തു. Now this is of the form a square plus 2ab plus b square. a is x, b is b by 2a. a square plus 2ab plus b square. Okay, a is x, b is b by 2a. So this is equal to x plus b by 2a whole square. And RHS is minus c by a plus b by 2a whole square is b square divided by 4a square. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നമ്മൾ 4a square എടുക്കണം. ഇവിടെ a ആണ്. 4a square കിട്ടണമെങ്കിൽ 4a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ മൈനസ് 4ac എന്നാകും. മൈനസ് 4ac പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a സ്ക്വയർ. ഓക്കെ, സോ എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർ ഇസ് മൈനസ് 4ac പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 4a സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ഹോൾ സ്ക്വയർ ആണിരിക്കുന്നത്. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എക്സ് പ്ലസ് ബി ബൈ 2a ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ രണ്ട് വാല്യൂസ് വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ മൈനസ് 4ac പ്ലസ് ബി സ്ക്വയറിനെ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് എഴുതിയിട്ടുണ്ട്. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 4a സ്ക്വയർ. നൗ റൂട്ട് ഓഫ് 4a സ്ക്വയർ ഇസ് 2a. സോ ദിസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a. ഇപ്പോൾ ഇവിടെ എക്സ് കിട്ടാൻ ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ പോസിറ്റീവ് ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആകും. സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ 2a പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്, നമ്മൾ മൊത്തത്തിൽ ഡിനോമിനേറ്റർ 2a എന്നായിട്ട് എടുക്കണം. സോ വി ഗെറ്റ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a. So we have x equal to minus b plus or minus root of b square minus 4ac whole divided by 2a. ഇങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുല കിട്ടുന്നത്. ഈ ഇക്വേഷൻ എങ്ങനെ വന്നു? പെട്ടെന്ന് ഇത് എവിടുന്നോ വരുന്നതല്ല. ഇതുപോലെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ഇക്വേഷനാണ്. ഈ മെത്തേഡും കൂടി പഠിച്ചാലാണ് നമുക്ക് മാത്തമാറ്റിക്സിന്റെ ബ്യൂട്ടി മനസ്സിലാവുന്നത്. വെറുതെ ഒരുപാട് ഇക്വേഷൻസ് ബൈ ഹാർട്ട് അടിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നും.
ഈ മെത്തേഡ്സ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുപോലെയാണ് ഡിറൈവ് ചെയ്തത്. ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റെഡിമെയ്ഡ് തന്ന ഫോർമുല പഠിച്ചിട്ട് പെട്ടെന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യും. റിയൽ റൂട്ട്സും കണ്ടുപിടിക്കാൻ അറിയാം, നമുക്കിപ്പോൾ കോംപ്ലക്സ് റൂട്ട്സും കണ്ടുപിടിക്കാൻ അറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇപ്പം ഇതിൽ എക്സാമിൽ ചോദ്യങ്ങളൊക്കെ വരും. അത് നന്നായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ലാസ്റ്റ് ആൻസർ വരുന്നത് കോംപ്ലക്സ് ഫോമിലായിരിക്കണം. അതായത് √-1 i ആയിട്ട് എഴുതിയിട്ട് വേണം നിർത്താൻ. ഓക്കെ, അപ്പോൾ നോട്ട്സ് ഒക്കെ നന്നായിട്ട് എഴുതി വെക്കണം. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, താങ്ക് യു.